ചമാരെ ഒരു പട മീൻ അടിച്ചിരിക്കുകയാണ്. എന്ത് മീനാണെന്നൊരു പിടിയില്ല. നമ്മുടെ അഖിലേട്ടനാണ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. അഖിലേട്ടൻ വിട്ടുകൊടുക്കാൻ ഒട്ടും ഒരുക്കല്ല. എന്ത് മീനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മീൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. ലൂസറല്ലേ വലിയ അടിച്ചാണ് പൊക്കിയിരിക്കുകയാണ്. ഒന്നും പറയാല്ല. വീണ്ടും പുളി വറ്റ ഒന്നും പറയാല്ല. പുളി വറ്റയാണ് തന്നെയാണ് അഖിലേട്ടൻ ഒന്നിനു പുറകെ ഒന്നായി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. മീനുകൾ ശരിക്കും ആക്ടിവിറ്റി അടിയും തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെയുള്ള ഒരു മീനുകൾക്ക് രക്ഷയില്ല. മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ചെമ്മീൻ മാറി കാശ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ മീൻ കയറും, അല്ലെങ്കിൽ മീൻ മിസ്സാവും. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അധിക സമയമൊന്നും ജീവനുള്ള ചെമ്മീൻ എറിഞ്ഞിട്ടിട്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ല. മിക്കവാറും തന്നെ വറ്റകളാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതാണ് അവർ ചെമ്മീൻ പകുതിയൊക്കെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ചെമ്പല്ലി, ഹമ്മൂർ, ഏരി പോലുള്ള മീനുകളാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എത്ര വലിയ ചെമ്മീനാണെങ്കിലും അവൻ വായിലാക്കി കളയും. എന്തായാലും അടുത്ത ചെമ്മീനെ കാശ് ചെയ്തിട്ട് നമ്മുടെ അയ്യപ്പൻ ചേട്ടനും നിസാർ ചേട്ടനും വെയിറ്റിങ്ങിലാണ്. മിക്കവാറും ഇപ്പോൾ തന്നെ വീണ്ടും വന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ വറ്റകൾ പോലുള്ള മീനുകൾ പൊലപ്പായിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് ഒരു മീൻ മിസ്സായാലും തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത മീനുണ്ടാവും. നമ്മൾ എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മച്ചന്മാരെ നമുക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയ്യപ്പൻ ചേട്ടനാണ് അടി കിട്ടിയിരിക്കുന്നത്. പുളി വറ്റേനെ നമ്മൾ അയ്യപ്പൻ ചേട്ടൻ കയറ്റിയിരിക്കുകയാണ്. നമ്മൾ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പൻ ചേട്ടനുള്ളത്. നമുക്ക് അങ്ങനെ മീൻ കയറിയിരിക്കുകയാണ്. നല്ല ബുക്കല്ലേ നല്ലൊരു പൊളി വറ്റേനെ തന്നെ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ്. പൈച്ചേട്ടൻ നമ്മുടെ ചെമ്മീൻ കാശ് ചെയ്തിടാനായിട്ട് പോവുകയാണ്. ജീവനുള്ള ചെമ്മീൻ വാൽഭാഗത്തൂടെയാണ് ഹുക്കിൽ കോർക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഹുക്കിൽ കോർക്കാം. തലഭാഗത്തുകൂടിയും അതുപോലെ തന്നെ വാൽഭാഗത്തുകൂടിയും. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നായിരിക്കും അവർ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ബാക്കിൽ നിന്നായിരിക്കും അടി. എന്തായാലും കുറച്ച് ലോങ്ങിലേക്കാണ് അയച്ചേട്ടൻ കാശ് ചെയ്തിടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ആക്ടിവിറ്റി കൂടുതലും കാണുന്നത് കുറച്ച് ലോങ്ങിലാണ്. അപ്പോൾ വറ്റകളുടെയൊക്കെ ആക്ടിവിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ കാശ് ചെയ്യാനായിട്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കല്ലുകളുണ്ട്. അപ്പോൾ ആ കല്ലുകളിൽ ചെമ്പല്ലി, ഏരി, ഹമ്മൂർ പോലുള്ള മീനുകളുണ്ട്. എന്ത് മീൻ വേണമെങ്കിലും നമുക്ക് സ്ട്രൈക്ക് തരാം. മച്ചന്മാരെ നമ്മുടെ അജിച്ചേട്ടന് മീൻ്റെ അജിച്ചേട്ടന് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു. നല്ലൊരു പടം സ്ട്രൈക്ക് കിട്ടിയിരുന്നു. ജസ്റ്റ് അവനെ കയറി പോകുന്നതായിരുന്നു. തൊട്ടടുത്തെത്തിയപ്പോഴാണ് അവൻ മിസ്സായത്. മച്ചന്മാരെ അപ്പോൾ സുരേഷ് ഏട്ടൻ ജീവനുള്ള നല്ല ആക്റ്റീവുള്ള ഒരു ചെമ്മീനെ നോക്കി ഹുക്കിൽ കോർക്കുകയാണ്. മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്ന ഈ സമയത്ത് ഉമ്മാരെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല കിഴ സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടുന്ന് വറ്റകളാണ് ഇപ്പോൾ പൊലപ്പായിട്ട് നല്ല ആക്ടിവിറ്റി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അഖിലേട്ടനും തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ അയച്ചേട്ടനും അയ്യപ്പൻ ചേട്ടനും ഒക്കെ കാശിങ്ങിലാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് ഒരു കൊമ്പൻ ഏത് സമയം വേണമെങ്കിലും അടിച്ചു കയറാം. ചാളയും ചെമ്മീനൊക്കെ മാറ്റി അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിലച്ച് കേൾക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കൊമ്പന്മാർ കയറാൻ ചാൻസ്. മച്ചന്മാരെ അപ്പോൾ സുരേഷേട്ടൻ കാശ് ചെയ്യുകയാണ്. ഇത്തവണ അല്പം ലോങ്ങിലേക്കാണ് അടിച്ചിട്ടിരിക്കുന്നത്. അവിടെ ലോങ്ങിലായിട്ട് വറ്റകൾ ശരിക്കും മറിഞ്ഞ് കളിക്കുന്നുണ്ട്. മിക്കവാറും അവന്മാർ കയറാനുള്ള ചാൻസും നല്ല രീതി തന്നെയുണ്ട്. അപ്പോൾ അവന്മാരെ പൊക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പനൊരു വറ്റിയാണ് നമുക്ക് കയറിയിരിക്കുന്നത്.